സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ജപ്പാന് ആണവായുധങ്ങൾ അനിവാര്യമാണ്. 2025 ഡിസംബറിൽ ജപ്പാനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താതെ ജാപ്പനീസ് മാധ്യമങ്ങളോട് നടത്തിയ ഈ പരാമർശം രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. കിഴക്കൻ ഏഷ്യയിൽ ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന സുരക്ഷാ വെല്ലുവിളികളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും കണക്കിലെടുക്കുമ്പോൾ ആക്രമണകാരികളെ പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ശക്തമായ ആണവ പ്രതിരോധശേഷി ജപ്പാൻ സ്വന്തമാക്കേണ്ട സമയം വന്നിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ഈ ആശയം യാഥാർത്ഥ്യമാക്കുന്നത് അത്ര എളുപ്പമല്ലെന്നും അദ്ദേഹം സമ്മതിച്ചു. നിലവിൽ ജാപ്പനീസ് സർക്കാരിനുള്ളിൽ ആണവായുധ വികസനത്തെക്കുറിച്ച് ഔദ്യോഗിക ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ ആണവനയത്തിൽ മാറ്റമൊന്നുമില്ലെന്ന് പിന്നീട് ജപ്പാൻ സർക്കാരും ആവർത്തിച്ച് അറിയിച്ചു. എന്നിരുന്നാലും ഇവിടെ ശ്രദ്ധേയമായത് മറ്റൊന്നാണ്. കാരണം ഇത്രയും ഉയർന്ന പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പൊതുവേദിയിൽ ആണവായുധങ്ങളെക്കുറിച്ച് ഇത്തരമൊരു പരാമർശം നടത്തുക എന്നത് ജപ്പാനിൽ വളരെ അപൂർവമായ കാര്യമാണ്. വാസ്തവത്തിൽ അടുത്തകാലം വരെയും ജപ്പാനിൽ ആണവായുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ ഒരു രാഷ്ട്രീയ വിലക്കായി കണക്കാക്കപ്പെട്ടിരുന്നു. രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും സ്പർശിക്കാൻ മടിച്ചിരുന്ന ഒരു ചുവപ്പ് രേഖയായിരുന്നു അത്. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് ജപ്പാനിൽ ആണവ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നുവരുന്നത്. അതുകൊണ്ടുതന്നെ ഈ പ്രസ്താവന ഒരു സാധാരണ അഭിപ്രായപ്രകടനമെന്നതിലുപരി ജപ്പാന്റെ സുരക്ഷാ ചിന്തകളിൽ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയായാണ് പല വിദഗ്ധരും കാണുന്നത്. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. അതിലും ശ്രദ്ധേയമായ കാര്യം, അതേ വർഷം നവംബറിൽ ജപ്പാന്റെ പ്രധാനമന്ത്രി സനയെ തകൈച്ചിയും സമാനമായ സൂചനകൾ നൽകിയിരുന്നു എന്നതാണ്. നേരിട്ട് ആണവായുധങ്ങളെ പിന്തുണച്ചില്ലെങ്കിലും ജപ്പാന്റെ പ്രശസ്തമായ 3 ആണവ തത്വങ്ങൾ നിലവിലെ സാഹചര്യത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയ മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അതായത് ഭാവിയിൽ അവ പുനഃപരിശോധിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന സൂചന. പ്രത്യേകിച്ച് രാജ്യത്തിനകത്ത് ആണവായുധങ്ങൾ കൊണ്ടുവരില്ലെന്ന ജപ്പാന്റെ അടിസ്ഥാന തത്വം മാറ്റിയാൽ അമേരിക്കയുടെ ആണവ സുരക്ഷാ കുട കൂടുതൽ വ്യാപകമായി ജപ്പാനെ നേരിട്ട് ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് വികസിക്കാനുള്ള വഴിയും തുറക്കപ്പെടും. ഈ സംഭവവികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചകൾക്ക് കാരണമായി. സിംഗപ്പൂരിലെ മുതിർന്ന നയതന്ത്രജ്ഞനായ ബിലഹാരി കൗസികൻ ജപ്പാന്റെ ആണവായുധത്തിലേക്കുള്ള അനിവാര്യ യാത്ര എന്ന തലക്കെട്ടിൽ ഫോറിൻ പോളിസി മാസികയിൽ എഴുതിയ ലേഖനത്തിൽ ജപ്പാന്റെ ആണവവൽക്കരണം ഒടുവിൽ അനിവാര്യമാകുമെന്നാണ് വാദിച്ചത്. ലോകത്തെ തന്ത്രപ്രധാനമായ ശക്തിസമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ആ മാറ്റങ്ങൾ ജപ്പാനെയും ദക്ഷിണ കൊറിയയെയും ഒരു നിർണായക വഴിത്തിരിവിലേക്ക് നയിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഉത്തര കൊറിയയുടെയും ചൈനയുടെയും വർദ്ധിച്ചുവരുന്ന സൈനിക ആണവ ഭീഷണികളെ നേരിടാൻ, പ്രത്യേകിച്ച് ചൈന അതിന്റെ ആണവായുധ ശേഖരം വേഗത്തിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും ഒടുവിൽ സ്വന്തമായി സ്വതന്ത്ര ആണവ പ്രതിരോധ ശേഷി വികസിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് കൗസികൻ നിരീക്ഷിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സ്വന്തം സുരക്ഷയ്ക്കായി മറ്റുള്ളവരെ മാത്രം ആശ്രയിക്കുന്ന കാലഘട്ടം അവസാനിക്കുകയാണെന്നും ഭാവിയിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും സ്വന്തം ആണവ പ്രതിരോധ ശക്തി കൈവരിക്കുന്ന ദിശയിലേക്ക് നീങ്ങുമെന്നുമാണ് ഈ വിലയിരുത്തലുകളുടെ സാരം. ഇവിടെ കൗതുകകരമായ മറ്റൊരു ചർച്ചയും ഉയർന്നുവരുന്നുണ്ട്. അമേരിക്കയുടെ സംരക്ഷണ ഉറപ്പ് എത്രത്തോളം വിശ്വസനീയമാണെന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ഉയർന്നുവന്ന സംശയങ്ങൾ ജപ്പാന്റെ പ്രതിരോധ നയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ജപ്പാന്റെ സുരക്ഷാ സിദ്ധാന്തം പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങുന്ന നയം എന്ന നിലയിൽ നിന്ന് പ്രത്യാക്രമണ ശേഷി ഉൾക്കൊള്ളുന്ന പുതിയ സമീപനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ മാറ്റം ജപ്പാന്റെ ദേശീയ സുരക്ഷാ കാഴ്ചപ്പാടിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. അതോടൊപ്പം രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയെന്ന് ജപ്പാൻ കണക്കാക്കുന്ന ഘടകങ്ങളെയും പുതുക്കി നിർവചിച്ചു. ഇത്തരം മാറ്റങ്ങൾ സൈനിക വിദഗ്ധരിൽ ഒരു നിർണായക ചോദ്യം ഉയർത്തിയിരിക്കുകയാണ്. ജപ്പാൻ ഇപ്പോൾ അതിന്റെ പ്രസിദ്ധമായ 3 ആണവ തത്വങ്ങൾ പുനഃപരിശോധിക്കാൻ ഒരുങ്ങുകയാണോ? ഈ തത്വങ്ങൾ പ്രകാരം ജപ്പാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുകയില്ല, അവ നിർമ്മിക്കുകയില്ല, കൂടാതെ ആണവായുധങ്ങൾ രാജ്യത്തിന്റെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുമില്ല. പതിറ്റാണ്ടുകളായി കൂട്ടനാശ ആയുധങ്ങളുടെ വ്യാപനം തടയുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ മുൻനിരയിൽ നിന്ന രാജ്യമാണ് ജപ്പാൻ. എന്നാൽ ഇന്ന് മാറുന്ന അന്താരാഷ്ട്ര സാഹചര്യങ്ങളും വർദ്ധിച്ചുവരുന്ന സുരക്ഷാ വെല്ലുവിളികളും കാരണം ആ പഴയ തത്വങ്ങൾ തന്നെ പുനഃപരിശോധിക്കപ്പെടുമോ എന്ന ചോദ്യം കൂടുതൽ ശക്തമായി ഉയർന്നുവരികയാണ്. അതായത്, രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം സമാധാനത്തിന്റെയും ആണവവിരുദ്ധ നിലപാടിന്റെയും പ്രതീകമായി അറിയപ്പെട്ടിരുന്ന ജപ്പാൻ ഇപ്പോൾ ഒരു പുതിയ സുരക്ഷാ യുഗത്തിന്റെ കവാടത്തിലാണോ നിൽക്കുന്നത് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആണവ ബോംബാക്രമണത്തിൽ നിന്ന് ആണവശക്തിയിലേക്കുള്ള ജപ്പാന്റെ യാത്ര. 1945 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും നടത്തിയ ആണവ ബോംബാക്രമണം ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിലൊന്നായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഈ സംഭവത്തെ ആസ്പദമാക്കി അനേകം പുസ്തകങ്ങളും ഡോക്യുമെന്ററികളും സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അവയിൽ ഭൂരിഭാഗവും ഈ ആക്രമണത്തെ രണ്ടാം ലോകമഹായുദ്ധത്തിന് വിരാമമിട്ട സംഭവമായാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെയും ജപ്പാന്റെയും കാഴ്ചപ്പാടുകൾ തമ്മിൽ ഒരടിസ്ഥാന വ്യത്യാസമുണ്ട്.
അമേരിക്കൻ വിവരണങ്ങളിൽ ആക്രമണം നടത്തിയ എനോളഗെ വിമാനത്തിലെ സംഘത്തിന്റെ കണ്ണുകളിലൂടെയാണ് ആ സംഭവത്തെ കാണുന്നത്. ആകാശത്തുനിന്ന് നോക്കുമ്പോൾ കൂൺ പോലെ ഉയർന്ന പുകമേഘം ഭൂമിയിലെ ജീവന്റെ അടയാളങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മങ്ങിയ ദൃശ്യം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ദൌത്യം പൂർത്തിയാക്കി വിമാനം തിരികെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നു. പക്ഷേ ജാപ്പനീസ് ജനതയുടെ ഓർമ്മയിൽ ആ ദിവസം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവരുടെ കഥ പറയുന്നത് ഈ വിനാശശക്തിയുടെ മറ്റൊരു മുഖമാണ്. ആണവ ബോംബിന്റെ സൃഷ്ടാവായ അമേരിക്കൻ ഭൌതികശാസ്ത്രജ്ഞൻ റോബർട്ട് ഓപ്പൺഹൈമർ ഒരിക്കലൊരു പ്രശസ്ത ഇന്ത്യൻ ഉദ്ധരണി ഓർത്തെടുത്തിരുന്നു: ഇപ്പോൾ ഞാൻ മരണമായി മാറിയിരിക്കുന്നു, ലോകങ്ങളെ നശിപ്പിക്കുന്നവനായി. ഹിരോഷിമയിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ആ വാക്കുകളുടെ ഭീകരത നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. അതൊരു സാധാരണ ശാന്തമായ പ്രഭാതമായിരുന്നു. ആളുകൾ ജോലിസ്ഥലങ്ങളിലേക്ക് പോകുന്നു, കുട്ടികൾ സ്കൂളുകളിലേക്ക് നടന്നു പോകുന്നു, നഗരത്തിലെ ജീവിതം പതിവുപോലെ മുന്നോട്ടു പോകുന്നു. എന്നാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിമറിഞ്ഞു. കണ്ണിറുക്കുന്ന നേരം കൊണ്ട് ആ ദിവസം മനുഷ്യർ സങ്കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും ഭീകരമായ ദുരന്ത ദൃശ്യങ്ങളിലൊന്നായി മാറി. ആദ്യം അവർ ഒരു ഭയാനക സ്ഫോടന ശബ്ദം കേട്ടു. തുടർന്ന് മുമ്പൊരിക്കലും കാണാത്ത അതിശക്തമായ ഒരു പ്രകാശവിസ്ഫോടനം. അതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പലരും ആദ്യം കരുതിയത് അത് സാധാരണ വ്യോമാക്രമണമാണെന്നാണ്. ചിലർ മരിച്ചിരിക്കാം, കെട്ടിടങ്ങൾ തകർന്നിരിക്കാം, അതോടെ സംഭവം അവസാനിച്ചിരിക്കുമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ യാഥാർത്ഥ്യം അതിനേക്കാൾ ഭയാനകമായിരുന്നു. കാരണം ആ സ്ഫോടനം അവസാനമല്ലായിരുന്നു. അതൊരു നീണ്ട ദുരന്തത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. എന്നാൽ ആണവ ബോംബിന്റെ ഭീകരത സ്ഫോടന നിമിഷത്തിൽ അവസാനിച്ചില്ല. യുദ്ധം കഴിഞ്ഞ ശേഷമുള്ള ദിവസങ്ങളിലാണ് അതിന്റെ യഥാർത്ഥ ഭീകരമുഖം ലോകം കണ്ടത്. ഹിരോഷിമയിലെ ജനങ്ങൾ തങ്ങളുടെ കണ്ണുകൾക്കു മുന്നിൽ വിശ്വസിക്കാനാവാത്ത കാഴ്ചകളാണ് കണ്ടത്. സ്ഫോടന കേന്ദ്രത്തിൽ നേരിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അതിനു സമീപത്തുണ്ടായിരുന്ന പലരുടെയും ശരീരത്തിൽ നിന്ന് ചർമ്മം അടർന്നു വീഴാൻ തുടങ്ങി. ഗുരുതരമായ പൊള്ളലുകളും അജ്ഞാത രോഗലക്ഷണങ്ങളും അവരെ പിടികൂടി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ മരണത്തിന് കീഴടങ്ങി. മനുഷ്യചരിത്രത്തിൽ ആദ്യമായാണ് ആണവ വികിരണത്തിന്റെ ഭയാനക പ്രത്യാഘാതങ്ങൾ മനുഷ്യർ നേരിട്ട് അനുഭവിച്ചത്. അതുവരെ ലോകം ഇത്തരമൊരു ദുരന്തം കണ്ടിട്ടില്ലായിരുന്നു. ആണവ വികിരണം മനുഷ്യശരീരത്തെ എങ്ങനെ നശിപ്പിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കിയത് ഹിരോഷിമയിലെ ജനങ്ങളായിരുന്നു. അതേസമയം ആക്രമണം നടത്തിയ അമേരിക്കൻ വിമാനത്തിലെ സംഘം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. അവരെ യുദ്ധവീരന്മാരായി ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ മറുവശത്ത് ജപ്പാനിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. രാജ്യമൊട്ടാകെ ഭയവും ഞെട്ടലും വ്യാപിച്ചു. ആ അനുഭവം ജാപ്പനീസ് ജനതയുടെ കൂട്ടായ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു മുറിവായി മാറി. അതുകൊണ്ടുതന്നെ പിന്നീട് ജപ്പാനിൽ ആണവായുധങ്ങളോടും മറ്റു കൂട്ടനാശായുധങ്ങളോടും ശക്തമായ വെറുപ്പും വിരോധവും രൂപപ്പെട്ടു. ഇന്നും ഹിരോഷിമയിലെ ബോംബ് പതിച്ച സ്ഥലത്ത് ഒരു സ്മാരകം നിലകൊള്ളുന്നു. ആ സ്മാരകത്തിൽ കൊത്തിവച്ചിരിക്കുന്ന വാക്കുകൾ ജപ്പാന്റെ ചരിത്രവേദനയുടെ പ്രതീകമാണ്: ഇവിടെ വിശ്രമിക്കുന്ന എല്ലാ ആത്മാക്കളും സമാധാനത്തിൽ ഉറങ്ങട്ടെ, കാരണം ഈ തിന്മ ഞങ്ങൾ ഒരിക്കലും വീണ്ടും ആവർത്തിക്കില്ല. ആ വാക്കുകൾ ഒരു സ്മാരകത്തിലെ എഴുത്തു മാത്രമല്ല, ആണവയുദ്ധത്തിന്റെ ഭീകരത നേരിട്ടനുഭവിച്ച ഒരു ജനതയുടെ പ്രതിജ്ഞ കൂടിയാണ്.